അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ശുറൂത്തുൽ വുളൂഇനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദായിമുൽ അദ്സി, നിത്യശുദ്ധിക്കാരൻ. ദായിമുൽ അദ്സി അവർക്കുള്ള നിബന്ധനകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലാ യതവല്ലഉ ദായിമുൽ അദ്സി ലി ഫർളി ഔ നഫ്ലി മുഅക്കത്തി ഇല്ലാ ബഅദ ദുഖൂലി വഖ്തിഹി. വുളൂഅ് ചെയ്യാൻ പറ്റില്ല. ലാ യതവല്ലഉ വുളൂഅ് ചെയ്യാൻ പറ്റില്ല. ആർക്ക്? ദായിമുൽ അദ്സി ലി ഫർളി, നിത്യശുദ്ധിക്കാരന് വുളൂഅ് ചെയ്യാൻ പറ്റില്ല. എന്തിനു വേണ്ടി? ഫർള് നിസ്കാരത്തിന് വേണ്ടി വുളൂഅ് ചെയ്യാൻ പാടില്ല. ഔ നഫ്ലി മുഅക്കത്തി, അല്ലെങ്കിൽ സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം. ഉദാഹരണം ളുഹ പോലത്തത് സുന്നത്ത് നിസ്കാരങ്ങൾ നിത്യശുദ്ധിക്കാരന് വുളൂഅ് ചെയ്യാൻ പാടില്ല. ഇല്ലാ ബഅദ ദുഖൂലി വഖ്തിഹി, നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിച്ചതിനു ശേഷമല്ലാതെ. അപ്പോൾ ളുഹർ നിസ്കാരത്തിന് വേണ്ടി ഒരു നിത്യശുദ്ധിക്കാരൻ വുളൂഅ് ചെയ്യുകയാണെങ്കിൽ അവൻ വുളൂഅ് ചെയ്യേണ്ടത് ളുഹർ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ ളുഹറിൻ്റെ സമയമായതിനു ശേഷമാണ് വുളൂഅ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് വുളൂഅ് ചെയ്യാൻ പാടില്ല. ഇനി വുളൂഅ് കൊണ്ട് ഇഷ്ടം പോലെ ഫർള് നിസ്കരിക്കാൻ പറ്റുമോ? വലാ യുസല്ലി ബി വുളൂഇ ഇല്ലാ ഫർളൻ വാഹിദൻ. ഈ വുളൂഅ് കൊണ്ട് അവൻ ഒരൊറ്റ ഫർള് അല്ലാതെ നിസ്കരിക്കാൻ പറ്റില്ല. വയുസല്ലി മിനൽ നവാഫിലി മാഷാ. സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ ഇഷ്ടം പോലെ നിസ്കരിച്ചോട്ടെ. മറ്റൊരു വിഷയം, ഇസ്തിഹാദത്തുള്ള രക്തമുള്ള ഒരു പെണ്ണ്, മൂത്രവാർച്ചക്കാരനായ ഒരു പുരുഷൻ, ഇവർക്കൊക്കെ വുളൂഅ് കൊണ്ട് ഒരു നിസ്കാരമേ പറ്റൂ എന്ന് പറഞ്ഞു. എന്നാൽ ഇവർ വുളൂഅ് ചെയ്യുന്നതിന് മുമ്പ് ഗുഹ്യസ്ഥാനം വെച്ച് കെട്ടുക, കഴുകുക, ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ഓരോ നിസ്കാരത്തിനും ആവർത്തിക്കേണ്ടതുണ്ടോ? വയജിബു അലൈഹി, നിത്യശുദ്ധിക്കാരൻ്റെ മേൽ നിർബന്ധമാകും വസുലുൽ ഫർജി, ഗുഹ്യസ്ഥാനം കഴുകൽ. ഇബ്താലുൽ ഉത്തുനത്തി, അതേസമയം അവിടെ വെക്കുന്ന സാധനം അതിന് പകരമാക്കൽ. എങ്ങനത്തെ പഞ്ഞിയാണ് ഗുഹ്യസ്ഥാനത്തിൻ്റെ പുറഭാഗം വെക്കുന്നത്? അത് പകരമാക്കൽ നിർബന്ധമാണ്. കഴുകുകയും പഞ്ഞി മാറ്റുകയും ചെയ്യണം. അല്ലത്തി ബി ഫമിഹി തജ്ദീദു ഇസാബത്തി, വെച്ചുകെട്ടലിനെ പുതുക്കൽ. ലികുല്ലി ഫർളി, എല്ലാ ഫർള് നിസ്കാരത്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണം. ബാങ്ക് കൊടുത്ത ഉടനെ അവൻ ഗുഹ്യസ്ഥാനം കഴുകണം, പഞ്ഞി പോലത്തത് വെച്ചത് കെട്ടണം. ഇതൊക്കെ അസറിനു വേണ്ടിയും അവൻ ചെയ്യണം. യജിബു അലൈഹി അസുലുൽ ഫർജി ഇബ്താലുൽ ഉത്തുനിയത്തു ഇല്ലത്തി ബി ഫമിഹി തജ്ദീദുൽ ഇദാബിദു ലികുല്ലി ഫർള്. എല്ലാ ഫർള് നിസ്കാരത്തിനു വേണ്ടി ഗുഹ്യസ്ഥാനം കഴുകുകയും പഞ്ഞി, പരുത്തി പോലത്തവ വെച്ചു കെട്ടുകയും മാറ്റുകയും പുതുക്കുകയും ചെയ്യണം. വൽ മുബാദറത്തു ബിസ്വലാത്ത്, ബാങ്ക് കൊടുത്ത ഉടനെ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് വുളൂഅ് എടുത്ത് ഉടനെ നിസ്കരിക്കണം. നിസ്കാരം കൊണ്ട് ഉളരിക്കലും നിർബന്ധമാണ്. ഇനി നിസ്കാരം പിന്തിക്കാൻ പറ്റുമോ? പല പ്രത്യേക കാരണങ്ങൾ കൊണ്ട് പിന്തിക്കാം. കാരണം ജമാഅത്തിന് വേണ്ടി ജമാഅത്തിനെ പ്രതീക്ഷിക്കാം, അതുപോലെ ജുമുഅ, അതുപോലെ വീട്ടിൽ വെച്ച് വുളൂഅ് ചെയ്ത് വൃത്തിയായി പള്ളിയിലേക്ക് പോവുക, ഇതൊക്കെ പിന്തിക്കാൻ പറ്റിയ കാരണങ്ങളാണ്. കൻതത്തിറു ഫലാ യുഅഖിറുഹ ഇല്ലാ ലി മുസ്ലഹത്തിഹ, നിത്യശുദ്ധിക്കാരൻ നിസ്കാരത്തിനെ പിന്തിക്കാൻ പാടില്ല, നിസ്കാരത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയല്ലാതെ. ഏതുപോലെ? ജമാഅത്തിനെ പ്രതീക്ഷിക്കുന്നത് പോലെ. ജമാഅത്തി ഔ ജുമുഅത്തി ഔ ദഹാബി ഇലൽ മസ്ജിദി
ജമാഅത്തിനെ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ജുമുഅനെ പ്രതീക്ഷിക്കാം. പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അതിനു വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അല്ലാതെ നിസ്കാരം കൊണ്ട് ഉളരിക്കൽ. ഇനി ഇങ്ങനെ നിത്യാശുദ്ധിക്കാരനായ മൂത്രവാർച്ചക്കാരനായ ഒരു വ്യക്തി, അദ്ദേഹം പള്ളിയിൽ ഖത്തീബാണെങ്കിലോ വയജിബു അലൈഹി, നിർബന്ധമാകും, നിത്യാശുദ്ധിക്കാരൻ്റെ മേൽ നിർബന്ധമാകും, വുളുആനി ലിൽ ജുമുഅത്തി, 2 വുളു നിർബന്ധമാണ് ജുമുഅക്ക് വേണ്ടി. ഇൻ കാന ഖത്തീബൻ, അവൻ ഖത്തീബാണെങ്കിൽ 2 വുളു വേണം. എന്തിനാണ് 2 വുളു? വുളു ലിൽ ഖുതുബത്തൈനി, ഖുതുബയ്ക്ക് വേണ്ടി 2 വുളു. വുളു ബഅദഹുമാ ലിസ്വലാത്തി, ഖുതുബയ്ക്ക് വേണ്ടിയും മറ്റൊരു വുളു. എന്തിനു വേണ്ടിയാണ്? നിസ്കാരത്തിന് വേണ്ടി ഒരു വുളു, ഖുതുബയ്ക്ക് വേണ്ടി ഒരു വുളു. ഇനി മഅ്മൂമാണെങ്കിൽ ആ പ്രശ്നമില്ല. കാരണം അവൻ ഖുതുബ ഓതുന്നില്ലല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിത്യശുദ്ധിക്കാരനാണെങ്കിൽ അവൻ സമയമായതിനു ശേഷമേ വുളു ചെയ്യാൻ പാടുള്ളൂ. ഒരു വുളു കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മാഉൽ മുത്തലഖ് അടുത്ത പാഠം പിന്നീട് നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.